എന്റെ ഫിഫു നീ ഞാൻ പറയണത് മനസ്സിലാക്ക്. ടീച്ചറിനെ കുറുക്കൻ അല്ല സാറുണ്ടായി. അതുകൊണ്ട് നാളെ വീട്ടിൽ വന്ന് ഒരു ദോശയും ചമ്മന്തിയും കഴിച്ചാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. മെഹുന കൊള്ളപ്പെടോ ഒന്ന് ചിരിക്കി പോട്ടേടാ. ലൈലു, ഒരു പ്രധാന കാര്യം, നീ ഭക്ഷണം കഴിച്ചിട്ട് യൂട്യൂബിൽ എന്റെ പ്രഭാഷണം കേൾക്കുക, എന്നിട്ട് നിന്റെ ആത്മീയത ഉണർത്തുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ലൈലു അച്ഛൻ മാസല്ലടാ. എങ്ങനെയുണ്ട്? എനിക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. യൂട്യൂബില് എന്റെ വേറെയും കുറച്ച് പ്രസംഗങ്ങളുണ്ട്. പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാവരെ കൊണ്ടും ഷെയർ ചെയ്യിപ്പിക്കണം. ഇടയ്ക്കൊക്കെ കമന്റ് വായിക്കണം നല്ലതാ. കുറച്ചാളായിട്ട് ആ ചേരി തന്നെയാ. ഇടയ്ക്കൊക്കെ താഴേക്ക് ഇറങ്ങ്. അപ്പൊ ഹാപ്പി നൈറ്റ്സ്. നീ അച്ഛന്റെ ലിങ്ക് ഷെയർ ചെയ്തായിരുന്നു. നെഞ്ചുവേദനയുടെ പ്രസംഗം കേൾപ്പിക്കാം. ചമ്മന്തിപ്പൊടിയില്ലേ അമ്മ? എവിടെ? ഇവിടെയാണോ? ഇതാ. അയ്യേ പറ്റിച്ചേ, അത് കാലിടപ്പ ബണ്ടൻ. രണ്ടുപേരും കൂടെ രാവിലെ എങ്ങോട്ട് തെണ്ടാൻ പോവാണ്? നേരത്തെ കുടുംബത്തെ തീർക്കണം. തെണ്ടാനാ? ഞങ്ങള് കോളേജിൽ പോവാണ്. എന്തോ അസുഖം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്നലെ ലൈലയുടെ അച്ഛൻ ഫോണിൽ അയച്ചെന്നതാ. അത് അങ്ങനെ നാട്ടിലേക്ക് വരാണ്ടിരിക്കാനുള്ള ടൈപ്പാണ്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ എന്തിനാണ് പറയണത്? എടാ, അടുത്ത ശനിയാഴ്ച അപ്പൂപ്പന്റെ 80ാം പിറന്നാളാ. ആള് മറന്നിരിക്കുക. നമുക്ക് കുറച്ച് ബന്ധുക്കളെയൊക്കെ ഒന്ന് വിളിച്ച് ആൾക്ക് സർപ്രൈസ് കൊടുത്താലോ? അങ്ങനെ അത് തന്നെ. അമ്മക്ക് വേറെ പണിയൊന്നുമില്ലേ? സർപ്രൈസ് എന്റെ ജീവിതമേ സർപ്രൈസ് ആക്കിയ നിന്നോട് ഇപ്പൊ ചോദിച്ചതാ പ്രശ്നമായേ. എനിക്കിഷ്ടമല്ല, നമുക്കറിയാലോ. പിന്നെ എന്തിനാണ് പറയണത്? ഇത് ദോഷമാണ്. നിനക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോട്ടെ എന്ന് കരുതി പറഞ്ഞതാ. ഞങ്ങൾ എന്തായാലും ഇത് ആഘോഷിക്കും. പിന്നെ ക്ഷണിക്കായിരിക്കല്ലോ ഇവിടെ ആൾക്കാര്. വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെയാണെങ്കിലേ നമുക്ക് പായസം പഴയെടുത്ത് ഏൽപ്പിച്ചാലാ? ഏൽപ്പിക്കട്ടെ, നല്ലല്ലേ? മേരി, മേരി, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എന്തായി? ഞാനുണ്ടാവില്ല, എനിക്ക് പ്രാക്ടീസ് ഉണ്ട്. എന്റെ കൂടെ 2 ദിവസം വന്നൂടെ നിനക്ക്? നാളെ കഴിഞ്ഞ് പോവും, സമയമില്ല. ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വന്നേ മിസ് ഉണ്ടാവൂലെന്ന്. അസൈൻമെന്റ് അസൈൻമെന്റ് വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ പറ്റിയല്ലോ. നീ തന്നെ എഴുതിയതാണോ ഇത്? എന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് മിസ്. മിസ് ഡി ഗ്രേഡാ, കഷ്ടമുണ്ട്. അറ്റൻഡൻസ് ഷോർട്ടേജ് ക്ഷമിക്കാം, എല്ലാം എങ്ങനെയല്ല സുര. ഭാഗ്യം. ഫിജോ എന്തൊന്നും കിട്ടിയില്ലോ. ഒന്നുമില്ല മിസ്, നിങ്ങൾ സംസാരിക്കല്ലേ. മിസ്സേ, അതെ മറ്റേ കത്തുകൾ തന്നെ പിടിച്ചേർന്ന ലൈലാസുരൻ ചെല്ല്. മിസ്സേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. മിസ്സിന് മനസ്സിലായല്ലോ. ഹലോ, പ്രദീപ് സാർ. അതൊക്കെ ഒരു രസമല്ലടാ. എന്താണ് പരിപാടി? എടാ, അത് ഞാൻ പഠിച്ചാണ്. ഹായ്, പരിപ്പടാണോ? ഇന്ന് മേരി ഒന്നില്ലേ? മേരിനെ കണ്ടില്ലല്ലോ. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇയാള് നല്ല ദേഷ്യത്തിലാന്ന് തോന്നുന്നു. കൂളാക്കാനായിട്ട് ഒരു തണുത്ത ലൈൻ പറയട്ടെ. ചേട്ടാ, എന്തോ കാര്യമുണ്ട്, പറ. അത് ഞങ്ങൾക്ക് പഴയ പള്ളികളെ കുറിച്ചൊരു പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്. അതിന്റെ റിസർച്ച്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത്രേ ഉള്ളൂ? നെറ്റിൽ സെർച്ച് ചെയ്താ പോരെ? ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെ നേരിട്ട് നിന്ന് കളക്ട് ചെയ്യണം. ചേർച്ചിനെ പറ്റിയുള്ള ഹിസ്റ്ററി, ഫോട്ടോസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എനിക്കാണെങ്കിൽ ഇവിടെ ആരും വലിയ പരിചയമില്ല. അതെന്താ അറിയോ? നമ്മൾ ഈ മനുഷ്യന്മാരുടെ അടുത്തൊക്കെ ഇടയ്ക്ക് വർത്താനം പറയണം, എന്നാലേ നമുക്ക് പരിചയം വരുള്ളൂ. അല്ലാതെ കുട്ടി വിചാരിക്കണാര് എല്ലാവരും കള്ളന്മാരും കോഴികളും പ്രശ്നക്കാരൊന്നുമല്ല. എന്നെ പോലെ കുറെ നല്ല ആൾക്കാരും ഉണ്ട്. എന്താ ഇരിക്കണേ? കുറച്ച് പഴയ പള്ളികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലേ? ഞാൻ ശരിയാക്കി തരാം. മെഹൂന, 1 മിനിറ്റ്. എടാ, അതെ നമ്മുടെ ക്ലാരയ്ക്ക് പഴയ പള്ളികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എടാ, നീ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് അതൊന്ന് പറഞ്ഞ് ശരിയാക്ക് പ്ലീസ്. നമ്മുടെ കാരക്ക അവള് ഇവിടെ വെച്ചാണ് എന്റെ മൂത്രടിച്ച് മറന്നിട്ടില്ല. ഞാൻ തവക്കൂടി വക്കാലത്തായിട്ട് വന്നാക്കണം. എടത് പഠിക്കണ കാര്യമായതുകൊണ്ടാണ് സഹായിക്കാന്ന് വിചാരിച്ചത്. നമ്മളോ പഠിക്കുന്ന ആൾക്കാരെങ്കിലും നമുക്കൊന്ന് സഹായിച്ചു കൊടുക്കാം. പ്ലീസ് പ്ലീസ്. അല്ലാണ്ട് മേരിക്ക് വേണ്ടിട്ടൊന്നുമല്ല. കഴിച്ചോ? സഹതാപം തോന്നിട്ടല്ല, ഇവൻ വന്ന് പറഞ്ഞു കരഞ്ഞ് കാല് പിടിച്ചോണ്ടാണ്. കരഞ്ഞു കാല് പിടിച്ച പഴയ എത്ര പള്ളികളെ കുറിച്ച് അറിയണം? 5.
അഞ്ചല്ലേ? അതെ. അഞ്ചല്ലേ? ആ. അച്ഛാ അതെ, പഴയ പള്ളികളെ കുറിച്ച് ഒരു ചെറിയൊരു റിസർച്ച് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണ്. ഒരു 5 പള്ളികളെ കുറിച്ച്. ഇംഗ്ലീഷാ? എനിക്ക് എന്റെ പേര് മാത്രമേ എഴുതറിയാമുള്ളൂ. കുട്ടീനെയൊക്കെ സമ്മതിക്കണം. പേടിക്കണ്ട, അവൻ ശരിയാക്കി തരും. ഓക്കെ, ശരി ശരി. അച്ഛനോട് ഞാൻ സംസാരിച്ച് 3 പള്ളികൾ അച്ഛനെ നേരിട്ട് അറിയാവുന്നുണ്ട്. അവിടെ അച്ഛൻ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി പള്ളികളൊക്കെ അച്ഛൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. പിന്നെ ഈ പള്ളികളൊക്കെ പല സ്ഥലങ്ങളായിട്ടാണ് ഉള്ളത്. പേടിക്കണ്ട, അധികം ദൂരമൊന്നുമില്ല. എനിക്ക് ഈ സ്ഥലങ്ങളൊന്നും വലിയ പരിചയമില്ല. ആണോ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ഈ പള്ളികളോടൊക്കെ കുട്ടറെ വീട്ടിലേക്ക് വരാൻ പറയാം. ഇയാൾ ഈ നാട്ടുകാരൊന്നുമല്ലേ? കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. എനിക്ക് ആ ഡീറ്റെയിൽസ് തന്നാ മതി. ശരി, അയച്ചേക്കാം. ഫിജു, സോറി. അന്ന് പെട്ടെന്നുള്ള ദേഷ്യത്തില് അറിയാതെ സോറി. എനിക്കും വേണ്ട ഇയാളുടെ സോറി. പ്രോയിറ്റ് കഴിയുമ്പോ ഒരരയുടെ പെപ്സിയും ഒരു ഫുൾ അൽഫാമന്തിയും മേടിച്ചു. പിന്നെ കുട്ടി മേടിക്കണ്ട, പ്രോയിറ്റ് എന്ത് ചിലപ്പോഴെങ്കിലും സഹായിക്കും അല്ലടാ? ഞാനാ? കൂടെ ചെല്ലി, നിനക്കല്ലേ സഹായിക്കണ്ടേ, പഠിപ്പിക്കണ്ടേ? ഭയ്യ, ഹായ്. അല്ല, ഞാൻ കരുതി ലൈലാസുരം വരുന്നില്ലാന്ന്. പോവാം. അല്ല, വണ്ടി എടുക്കുന്നില്ലേ? എന്തിനാണ് 2 വണ്ടി? നമുക്ക് ഈ വണ്ടി പോയ പോരെ? എന്നാ അമ്മ ഓടിച്ചോ. ഞാൻ ഓടിക്കണോ? പാട്ടേരാ, ആ വണ്ടി അന്തര വയ്ക്കോ? ചാവി. എന്നാ ഹെൽമെറ്റ് വെച്ചോ. ഇരുന്നോ? പോവാം. പാട്ട് പോയാ? ലൈലെ കഴിച്ചിട്ട് പോടാ. ഡ്രൈവറാണ്. എന്തൊരു ജന്മാണിത്. भाई साहब, क्लारा मैन साहब बाहर गया. എന്താ? पोई सेटा पोई. അച്ഛാ. ഹലോ ഹലോ, ഞാനവിടെ വീട്ടിലുണ്ട്. ലൈലാസുനെ കാണാതായപ്പോ ഞാൻ ഒറ്റയ്ക്ക് പോന്നു. ലൈലാസുനെ കാര്യം ചെയ്തു, ഒരു ബസ് പിടിച്ചു പോന്നാ മതി. പിന്നെ ബസ് കയറി എന്റെ പട്ടിയോ? സൂര്യാസ്തമയ സമയത്ത് ഇങ്ങനെ തിരമാലകളൊക്കെ നോക്കിയിരിക്കാൻ നല്ല രസാലേ. എന്താ പറഞ്ഞേ? കുന്തം. പിന്നെ 2 ദിവസത്തേക്ക് ഞാൻ ഉണ്ടാവില്ല. ഞാനും ഉണ്ടാവില്ല. അപ്പൂപ്പന്റെ ബർത്ത്ഡേ, വീട്ടില് കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങളൊന്നും വിളിക്കുന്നില്ലേ? എന്തിന്? നിങ്ങളൊക്കെ വലിയ കാശുകാരല്ലേ? എന്താ ചിരിക്കണേ? അവിടെ വാസ്കോഡ ഗാമ കപ്പലാണ്. അവിടെയാണെന്നാണ് അപ്പൂപ്പൻ പറഞ്ഞത്. അത് തന്നെ ചുമ്മാ പറ്റിക്കാൻ പറഞ്ഞായിരിക്കും. ആണല്ലേ? സംശയം ക്ലാര പറഞ്ഞായിരിക്കും. ശരി, അവിടെ തന്നെ ആയിരിക്കും. എടാ, നീ എന്ത് പറഞ്ഞാലും വിശ്വസിക്കോ? എന്ത് പറ്റിയടാ? നിനക്കെന്താ ഭയങ്കര വിഷമം? എനിക്കൊരു സന്തോഷമില്ലടാ, ആകെ ഭയങ്കര സങ്കടം. ഫിജോ, എന്തോ? ഫിജോ, ഒരു മിനിറ്റ്. എന്താ മിസ്സേ? എന്നോട് സാർ എല്ലാം പറഞ്ഞു. ആ കവിതകളൊക്കെ ഫിജോ എഴുതിയതാണല്ലേ? അത് മിസ്സേ, ഞാനത് എനിക്ക് മിസ്സിനോട് അത് തുറന്നു. ഫിജോന്റെ ഈ തമാശകളാണ് എന്നെ സാറിനെ ഒരുമിപ്പിച്ചത്. അതുകൊണ്ട് ആ കവിതകളൊക്കെ ചേർത്ത് ഒരു പുസ്തകമാക്കാൻ ഞാനും സാറും തീരുമാനിച്ചു. അതിന്റെ ആദ്യ കോപ്പി ഫിജോയ്ക്ക് തരാനാ ഞാൻ വന്നത്. നന്നായി എഴുതുന്നുണ്ട്, ഇനിയും എഴുതണം. അസൈൻമെന്റ് കൂടെ സ്വന്തമായിട്ട് എഴുതണോട്ടോ. ജൂജു ഫെർണാണ്ടസ്. നല്ല കവിതകളാ അയാളുടെ. ഹൃദയത്തിൽ കുന്തമുനകൾ പോലെ സ്പർശിക്കുന്ന വരികളാ. ഇരുത്തം വന്ന ഒരു കവിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി എഴുതണം കേട്ടോ. മൈസിനെ പോയാലോ? കേറ്. ടീച്ചർക്ക് സ്പീഡ് കുഴപ്പമില്ലല്ലോ? പോട്ടെ. ഓക്കെ ഷിജോ, കാണാം. ഞാൻ ചിലപ്പോ 140 കിലോമീറ്റർ സ്പീഡിലൊക്കെ പൊക്കളേ. ഈ ബൈക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്പോർട്സ് മാൻ ഉണ്ട്. രാമാടാ, നീ ഇതിനെ ഇങ്ങനെ പതിപ്പിച്ചോണ്ടിരിക്കാ, നീ ഒന്ന് പോയി കുളിക്കേ. എന്നാ പാപ്പം വന്ന് കഴുകു, ഞാൻ പോയി കുളിക്കാം. രാവിലെ തന്നെ ഓരോരുത്തരന്മാരെ ഇറങ്ങിക്കോളും മനുഷ്യനെ മെനകെടുത്താൻ. ഒരു പണിയും മര്യാദ ചെയ്യാൻ സമ്മതിക്കൂലോ. അത് കഴിയുമ്പോഴേ ഇതും കൂടെ ഒന്ന് കഴുകി വെച്ചേ. നീ ഓടില്ലല്ലേ? എടലേ
നിനക്ക് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറിക്കൂടെ? ഇവിടെ ഒരു പരിപാടി നടക്കല്ലേ? ആ മാറിക്കോളാം. ഇനി എപ്പോഴാ? ആരോട് പറയാൻ? നമുക്കുണ്ട് ബർത്ത്ഡേ. എന്ത് സർപ്രൈസ്? മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ആരാണാവോ? സർപ്രൈസ് ആണല്ലോ. അമ്മേ തോർത്തെടുത്തോ? ക്ലാര, ലൈലാസറിന്റെ ഫ്രണ്ടാ. അവനാരെ വിളിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് മോളകത്തേക്ക് വാ. അവൻ കുളിക്കാതെ നിൽക്കായിരുന്നു. മോളെ കണ്ടപ്പോ കുളിക്കാൻ ഓടിയിട്ടുണ്ട്. ക്ലാര മോളിരിക്കേ. ആ ക്ലാര പ്രോജക്റ്റ് കഴിഞ്ഞ ക്ലാര ചേച്ചി ഇരിക്കേ. പാപ്പ വാങ്ങിട്ട് നോക്കിയേ എങ്ങനെയുണ്ട്? പുളിയായിട്ടില്ലേ? ആടത് ഞങ്ങളുടെ കോളേജിലുള്ളതാണ്. ഇതെന്നാ ചെങ്കുടിയോ? ചെങ്കൊടി ഒന്നുമല്ല, ഒരു സക്കാവിന്റെ കേക്കാകുമ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കണം. ഹായ്, നല്ല കമ്മലാണല്ലോ. എടുക്കാതിരിക്കാനുള്ള ഓരോ ഡൈപ്പുകളേ. മോളുടെ പേരെന്താ? ഇന്ദാമാണ്. ചേച്ചിന്റെ അടുക്കുന്ന വെച്ചാ മതി. ചേച്ചി സ്കൂട്ടറിൽ ഇവിടെ വന്നിരുന്നോ? എവിടെയോ കണ്ട മതി. എന്റെ പൂപ്പന്റെ ജിമ്മിക്ക് കമ്മൽ. Happy birthday to you. Happy birthday to you. Happy birthday dear you. Happy birthday to you. നീങ്ങ വാ. നീയല്ല ഇവൻ. എന്താ ക്ലാരപ്പൊന്നു നമ്മള് മാച്ചല്ലോ. സർപ്രൈസ് ആയില്ലേ? കലക്കി. ഇത് പിടിച്ചേ. എന്തിനാ? പോയി കൊടുക്ക. കേക്ക് കൊടുക്ക. നീ എടുത്തു കൊടുക്കടാ. കൽപ്പൂര പൂവിന് അത്ര പോരാ. നീ തന്നെ കഴിച്ചാ മതി. വേണ്ട. നമുക്ക് എല്ലാവർക്കും സെൽഫി എടുക്കാം. സെൽഫി എടുക്കാം. നീ ഇങ്ങനെ നോക്കിയേ. എല്ലാരും കയറിയേക്ക്. വാ നോക്കിയേ. വാ കുറച്ചടുത്തേക്ക് വാ. നോക്കിയേ. സ്മൈൽ. ഒന്നൂടെ സ്മൈൽ.